മാഡം, നമുക്ക് പലതരം ടെൻഷൻസും ക്രൈസിസും ഒക്കെ വരുമ്പോ പതറുകയല്ല വേണ്ടത്. ഇതൊക്കെ എന്റെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള അഡ്വൈസാ. നമ്മൾ തളരുകയല്ല ചെയ്യേണ്ടത്. എങ്ങനെ അതിനെ അതിജീവിക്കാൻ പറ്റുമെന്നാ ആദ്യം ആലോചിക്കേണ്ടത്. ഇവിടെ നമ്മൾ രണ്ടുപേരും ഒരേപോലെ നിസ്സഹായരാ. കാരണം എതിരെ നിൽക്കുന്നത് അമ്മയാ. എന്ത് ചെയ്യാൻ പറ്റും മാഡം? അതാ ഞാൻ പറഞ്ഞത് രാജു, ഞാൻ ഇവിടുന്ന് പോവാന്ന്. അതേ ഇനി ഒരു വഴിയുള്ളൂ. എന്തൊക്കെ നോൺസെൻസാ മാഡം ഈ പറയുന്ന? അതാണോ ഒരു പോംവഴി? മാഡത്തിന് എന്നെയോ എനിക്ക് മാഡത്തെയോ അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? എന്തിനു മറക്കാൻ പറ്റുമോ? ആ, അപ്പോ പോസിബിൾ അല്ലാത്ത കാര്യം പറഞ്ഞ് വെറുതെ നമ്മുടെ സമയം കളയരുത്. എന്റെ അമ്മ ദുഷ്ടയല്ലാന്ന് മാഡത്തിന് അറിയാലോ. എന്താ രാജു ഇങ്ങനെയൊക്കെ പറയുന്ന? അങ്ങനെ പറയല്ലേ രാജു. രാധമ്മയ്ക്ക് എന്ത് സ്നേഹമായിരുന്നു എന്നോട്. എന്തുകൊണ്ടാ ഇങ്ങനെ മാറിയെന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. എനിക്കും സങ്കടം അതൊക്കെ തന്നെയാണ് മാഡം. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്ക് അമ്മയുടെ മനസ്സ് മാറ്റാൻ മറ്റെന്തെങ്കിലും മാർഗം കണ്ടെത്താം. ചിലരുടെ സ്വാധീനം കൊണ്ട് അമ്മയുടെ മനസ്സ് മാറിയതാവാം. എന്തായാലും അമ്മയുടെ ഈ വാശി നമുക്ക് മാറ്റിയെടുത്തല്ലേ പറ്റൂ. പക്ഷെ അതിന് എന്താ ചെയ്യേണ്ടത് രാജു? വെറും പാവമായ എന്റെ അമ്മയെ കയ്യിലെടുക്കാൻ ഋതിക മാഡത്തെ കൊണ്ട് കഴിയും. ഷുവർ മാഡം. കയ്യിലെടുക്കാന്നൊക്കെ പറഞ്ഞ സിൻസിയർ ആയിട്ട് സ്വാധീനിക്കുക, അത്രേ അതിന് മീനിങ് ഉള്ളൂ. ഈ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തെന്നൊക്കെ പറയില്ലേ, അതുപോലെ. അല്ല രാജു, ഞാൻ ആദമയെ സ്നേഹിക്കാതിരുന്നിട്ടില്ലല്ലോ. ആ, അത് എനിക്കും ഇവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ മാഡം. അമ്മയെ വശത്താക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ മാഡം ചെയ്യണം. രാജു, രമ്യയെ കല്യാണം കഴിക്കണമെന്ന് രാധമ്മ വാശി പിടിച്ചതിന്റെ റീസൺ ഫിനാൻസ് പ്രോബ്ലം. പലതരം ഫിനാൻസ് പ്രോബ്ലം. അതിന് ഞാൻ അച്ഛനോട് പറഞ്ഞു, ഇവിടെ ആവശ്യമുള്ള ഫണ്ട് എത്രയാണെങ്കിലും വാങ്ങിച്ചു തന്നാലോ. അതായത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞ ഡൗറി. തീയിട്ട ചുരുൾമുടിയിൽ തുളസി കതിരില ചൂടി തുഷാരഹാരം മാറിൽ ചാർത്തി കാരുണ്യമേ നീ വന്നു. നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾമുടിയിൽ. രാജു മതി, ഞാൻ തുഷാരഹാരമൊന്നും മാറില് ചാർത്തിയിട്ടില്ല. അപ്പൊ രാജുവിന് റൊമാൻസ് ഒക്കെ അറിയാം. മാഡം തെറ്റിദ്ധരിക്കില്ലേ, ഇതേ റൊമാൻസ് സോങ് അല്ല, ഇതേ ഡിവോഷണൽ സോങ്ങാ. ഇത് ഡിവോഷണൽ സോങ്ങോ? ആ, ഭാര്യയെ നോക്കി ഡിവോഷണൽ സോങ് പാടുന്ന മണ്ടല ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ല. ആ, ഭാര്യ ഒരു ദേവിയായി പോയതിന് ഞാനിപ്പോ എന്ത് ചെയ്യാനാ? ലൈഫ് മുഴുവൻ എന്നെ ദേവിയായിട്ട് കാണാനാണോ രാജുവിന് ആഗ്രഹം? സംശയം എന്താ? മാഡത്തിനെ ഞാൻ കാണുന്ന അന്ന് മുതല് മാഡം എനിക്ക് ദേവി തന്നെയാ. ബാലഭഗവതി. എന്നൊരു പിശാചാക്കി മാറ്റരുതേ. എന്റെ കഴുത്തി കിടക്കുന്ന ഈ താലിമാല എന്തിന്റെ സിമ്പിളാണെന്ന് അറിയാലോ. അമ്മേ, അമ്മയുടെ തീരുമാനം നടക്കാതെ വന്നതിന് ഉത്തരവാദി മാഡം അല്ല, അതിന് ഞാനാ ഉത്തരവാദി. ഞാനാണ് ഋതിക മാഡത്തെ കല്യാണം കഴിച്ചത്. ആ കല്യാണം ഞാൻ അംഗീകരിച്ചിട്ടില്ലെങ്കിലോ? അമ്മ അംഗീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് വിഷമാവും. എന്നുവെച്ച് അമ്മയുടെ ഇത്തരം പിടിവാശികൾക്ക് മുമ്പില് വഴങ്ങിത്തരാനൊന്നും ഞാൻ തയ്യാറല്ല.
കെട്ടിയ പെണ്ണിനെ പടി കടത്തി വിടാനൊന്നും എന്നെ കിട്ടില്ല. അവളുടെ കൈയും പിടിച്ച് ഞാനങ്ങ് പുറത്തേക്ക് പോകും. ഛീ, എന്ത് പറഞ്ഞടാ? കാണിച്ചു തരാം ഞാൻ. കാല് നിക്കണേ അങ്ങോട്ട്. അമ്മേ, അമ്മേ, എന്തേ കാണിക്കുന്നെ? എന്താ കാണിക്കുന്നത്? അമ്മേ, എന്തേ കാണിക്കുന്നെ? ഇവിടെ ആരും ഒന്നും കഴിക്കണ്ട. നിങ്ങൾ എന്റെ നേരെ കൈ ഓങ്ങിയല്ലേ? അമ്മേ ഇന്നലെ വന്നു കയറി ഇവൾക്ക് വേണ്ടി നിങ്ങൾ എന്റെ കരണത്തടിക്കാൻ എന്നെ കൊല്ലാൻ നോക്കിയല്ലേ? മര്യാദയോട് കാണിച്ചാൽ നിന്നെ തല്ലിക്കൊല്ലും. അതിനോട് സംശയം വേണ്ടടി. മതിയായില്ലേ നിനക്ക്? നിനക്ക് സമാധാനമായില്ലേ? ഇവിടെ ചോരക്കളയാക്കിയാലേ നീ അടങ്ങും. നശിച്ചവള്. ഇനി എനിക്ക് ജീവിക്കണ്ട. അമ്മേ, എനിക്ക് മരിച്ചാ മതി. അമ്മേ, ഞാൻ എല്ലാവരെയും കാണിച്ചു തരാം. ഞാൻ മരിക്കാൻ പോവാ. അമ്മേ, മാറി നിൽക്കണം അങ്ങോട്ട്. അമ്മേ, ഇങ്ങോട്ട് പോ. അമ്മേ, അമ്മേ. മേഡം, മേഡം. മോളെ